എല്ലാവർക്കും നല്ല നമസ്കാരം. നമ്മുടെ ചെറങ്ങര അടിപ്പാതയുടെ മുന്നിലാണ് നിൽക്കുന്നത്. ഈ ഒരുപാട് അടിപ്പാത നിർമ്മാണങ്ങൾ കണ്ടിട്ടുണ്ട്, ഒരുപാട് നിർമ്മാണങ്ങൾ. പക്ഷേ ഈ ചെറങ്ങര മുതൽ കൊരട്ടി, മുരിങ്ങൂര് ഇവിടെയൊക്കെ നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ നമ്മൾ തിരിച്ച് പണി നോക്കും. ഇപ്പോൾ എൻ്റെ തൊട്ടടുത്ത് കുറച്ച് തൊഴിലാളികളിൽ നിന്ന് പണിയെടുക്കണുണ്ടോ? ഇതെന്താ സംഭവം എന്നറിയോ? ഇത് ബേസ്മെന്റ് കെട്ടിക്കഴിഞ്ഞു, കമ്പി ബേസ്മെന്റ് കെട്ടി ഇത്രയും പരിപാടി കഴിഞ്ഞാൽ അത് വീണ്ടും അഴിക്കുന്നത് തെറ്റിപ്പോയിന്ന്. ഇതെന്ത് കമ്പനി? ഇവിടെ ഒരു എഞ്ചിനീയറോ സൂപ്പർവൈസറോ എന്തെങ്കിലും ഉണ്ടോ സംഭവം? പഞ്ചായത്ത് പ്രസിഡന്റ്, കൊരട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ മീറ്റിങ്ങിൽ കട്ടായം പറഞ്ഞ ഈ പരിപാടികളൊക്കെ മര്യാദയ്ക്ക് കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ട് ഇവരിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന പരിപാടിയാണത്. അതായത് ഈ ബേസ്മെന്റ് മുഴുവൻ കെട്ടിക്കഴിഞ്ഞു, ബേസ്മെന്റ് മുഴുവൻ ഏകദേശമൊക്കെ കെട്ടിക്കഴിഞ്ഞു. അത് ഇവിടെ അടിക്കണം. അപ്പോൾ ഞാൻ ഇവരോട് എൻ്റെ ഭാഷയിൽ ചോദിച്ചപ്പോൾ ഇവർ പറഞ്ഞത് ഹിന്ദി ആദ്മി ചെയ്ത തപ്പാണെന്നാണ് പറയണത്. ഹിന്ദി ആദ്മി ചെയ്ത തപ്പായാലും തമിഴ് ആദ്മി ചെയ്ത തപ്പായിരുന്നാലും ഇതൊക്കെ നോക്കേണ്ടവരാരാണ്? ഇതൊക്കെ ഇങ്ങനെ ഇതുപോലത്തുള്ള മണ്ടത്തരങ്ങൾ, ഈ തുഗ്ലക് നിർമ്മാണ പരിപാടി കോമഡിയാണ് ഈ ചെറങ്ങരയിലെ ഇപ്പോൾ ഈ അടിപ്പാത നിർമ്മാണത്തിന്റെ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ബേസ്മെന്റ് കെട്ടിയേക്കണ കമ്പികൾ മുഴുവൻ അടിച്ചുകൊണ്ടിരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് അധികൃതർക്ക് അവിടെ നിൽക്കുന്നത്, നമുക്ക് അവരോട് കാര്യങ്ങൾ ചോദിക്കാം. നമ്മൾ NH അധികൃതരായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞപ്പോൾ അറിയാൻ കഴിഞ്ഞത് ഇന്നലെ ഡിപ്പാർട്ട്മെന്റ് എഞ്ചിനീയർ ഒന്ന് പരിശോധിച്ചു കഴിഞ്ഞപ്പോൾ ഇതിന്റെ വർക്ക് നിലവിൽ കമ്പി കെട്ടിയത് ശരിയല്ലാന്ന് പറയുന്നത്. അപ്പോൾ അതിലൊരു മാറ്റം വരുത്തണം. അപ്പോൾ അത് മാറ്റം വരുത്തുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോൾ നിലവിൽ അയച്ചുകൊണ്ടിരിക്കണേ. അപ്പോൾ ഇപ്പോൾ നമ്മളോട് അധികൃതരെ അറിയിച്ചിട്ടുള്ളത് ഇവിടെ വന്ന് അവരുടെ എഞ്ചിനീയേഴ്സും, അതായത് കോൺട്രാക്ടറുടെ എഞ്ചിനീയേഴ്സും അതിനുശേഷം NH എഞ്ചിനീയറും കൂടി വന്ന് പരിശോധിച്ചതിന് ശേഷം അതിൻ്റെ നിർമ്മാണ പ്രവൃത്തി തുടങ്ങുള്ളൂ നമ്മൾ അറിയിച്ചിട്ടുള്ളത്. ഏകദേശം കുറച്ച് സമയം കഴിയുമ്പോൾ NH അധികൃതർ ഇവിടെ എത്തുന്നത് നമ്മൾ അറിയിച്ചിട്ടുള്ളത്. എന്തൊക്കെയായാലും നമുക്ക് പറയാനുള്ളത്, ഈ നിർമ്മാണം പ്രവർത്തനം അല്ലെങ്കിൽ ആരംഭിച്ച അന്ന് മുതൽ കൊരട്ടിയിലെ ജനങ്ങൾ മുഴുവൻ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. കാരണം ഇവരുടെ നിർമ്മാണ രീതി ശരിയല്ല, ഒരിക്കലും ചെയ്യേണ്ട രീതിയിലല്ല ഇവരുടെ നിർമ്മാണ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുക. വേണ്ടത്ര കമ്പി ഉപയോഗിക്കുന്നില്ല, വേണ്ടത്ര സിമെന്റും മെറ്റൽ ഉപയോഗിക്കുന്നില്ല. അതിൻ്റെ ഒരു പരിണിത ഫലമാണ് നമ്മൾ കഴിഞ്ഞ 2 ദിവസം മുന്നേ കൊരട്ടിയിലും അതിന് മുൻപ് ചെറങ്ങരയും നമുക്ക് കാണാൻ കഴിഞ്ഞത്. അപ്പോൾ നമുക്ക് വീണ്ടും ആവശ്യപ്പെടാനുള്ളത്, ഈ കമ്പനിയെ കൊരട്ടിക്കാർ ആവശ്യപ്പെടുന്നത്, മുഴുവൻ ജനവിഭാഗം ആവശ്യപ്പെടുന്നത് ഈ കമ്പനിയെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്ന്. കാരണം ഒരു നിർമ്മാണം, ഇത്തരത്തിലുള്ള ഒരു നിർമ്മാണ പ്രവൃത്തി ഏറ്റെടുക്കാത്ത PST കമ്പനിയാണ് ഇതിൻ്റെ നിർമ്മാണം ഏറ്റെടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനിയും പറയാനുള്ളത്, എന്തൊക്കെ NH അധികൃതർ വന്നാലും ഇതിൻ്റെ നിർമ്മാണം കൃത്യമായിട്ട് മോണിറ്ററിങ്, പബ്ലിക്കിൻ്റെ കൂടി ഭാഗത്ത് കൃത്യമായിട്ട് നമുക്ക് മോണിറ്ററിങ് കൂടി ഉണ്ടാവും. ആ രീതിയിൽ നമുക്ക് ഇതിന് മുൻപോട്ട് പോകാൻ കഴിയുള്ളൂ നമുക്ക് അറിയിക്കാനുള്ളത്. ചെറങ്ങര അടിപ്പാതയുമായിട്ടുള്ള നിർമ്മാണത്തിന്റെ ഭാഗമായിട്ടുള്ള നമുക്കറിയാം, ഇത്ര ആളുകളായിട്ട് നിരവധി ആളുകളുടെ ബുദ്ധിമുട്ടും പ്രശ്നങ്ങളൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കഴിഞ്ഞ ദിവസം ഇന്നലെ വൈകുന്നേരം എഞ്ചിനീയേഴ്സ് സ്ഥലത്തെത്തി കെട്ടിയ കമ്പികളൊക്കെ വീണ്ടും അഴിച്ചു മാറ്റുന്നുള്ള ഒരു നിർദ്ദേശം കൊടുത്തേക്കാണ്. അതിന്റെ ഭാഗമായിട്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നിർമ്മാണം പൂർത്തീകരിച്ച് കോൺക്രീറ്റ് വർക്കിന്റെ അത്രയും അടുത്ത് നിൽക്കുന്ന സാഹചര്യത്തിൽ എല്ലാം ഇന്ന് ഇപ്പോൾ അഴിച്ചു പണിയാണ്. അപ്പോൾ ഇതിന്റെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരോട് സ്ഥലത്തേക്ക് വരാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു 11 കൂടി സ്ഥലത്തെത്തും. ബാക്കി വിശദമായിട്ടുള്ള വിവരങ്ങളൊക്കെ അതിന് ശേഷം നമുക്ക് എന്താ നമ്മൾ അങ്ങനെ ബുദ്ധിമുട്ടുന്നതായിരിക്കും. ഇവര് കമ്പികളെല്ലാം അഴിച്ചു മാറ്റി, ഇന്ന് വരെ ഇല്ലാത്ത ആളുകളെയൊക്കെ കൊണ്ടുവന്ന് കമ്പികളൊക്കെ അഴിച്ചു മാറ്റി പെട്ടെന്ന് തന്നെ പുതിയ രീതിയിലുള്ള പണികൾ തുടങ്ങിയത്. ഒരു കാരണവശാലും ഇതിൻ്റെ ഔദ്യോഗികമായുള്ള എഞ്ചിനീയറും ഈ പരിസരത്തു നിന്നുള്ള ഇതിൻ്റെ രീതി എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ഒരു എഞ്ചിനീയർ വന്ന് ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമായതിനു ശേഷം മാത്രമേ ഈ ഇനി ഇതിൻ്റെ കോൺക്രീറ്റ് വർക്കുകൾ ഇവിടെ തുടരാൻ സാധിക്കുള്ളൂ. അടിപ്പാത നിർമ്മാണം തുടങ്ങിയതിന് ശേഷം പഞ്ചായത്തായാലും നാട്ടുകാരായാലും എല്ലാവിധ സഹകരണത്തോടു കൂടി പോയിട്ടും യാതൊരു വിലയും കൽപ്പിക്കാതെ പഞ്ചായത്തിനും ഇവിടുത്തെ പൊതുസമൂഹത്തിനും ഒരു വില കൽപ്പിക്കാത്ത രീതിയിലാണ് ഇതിന്റെ വർക്കുകൾ നടക്കുന്നത്. നമ്മുടെ ഈ ചെറങ്ങര ജംഗ്ഷൻ കഴിഞ്ഞ് പോകുമ്പോൾ ഒരു ചിറ കാണാൻ സാധിക്കും. അപ്പോൾ ഈ ചിറയുടെ തൊട്ടടുത്ത് തന്നെ ഇവിടുത്തെ ജനങ്ങൾ ഈ പണി തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞ സംഭവമാണ്, നിങ്ങൾ ഈ സർവീസ് റോഡ് തുറന്നു കൊടുക്കണേക്കാൾ മുൻപ് ഈ ചിറയുടെ അടുത്തുള്ള ഭാഗം നിങ്ങൾ സംരക്ഷണ ഭിത്തി ഒരുക്കണം എന്നുള്ളത്. ഇതിപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അധികം ഇതില്ല, നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ അറിയാം. വണ്ടി ഒന്ന് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു റിഫ്ലക്റ്റിംഗ് ബോർഡോ രാത്രിയൊക്കെ വരുന്ന സമയത്ത് റിഫ്ലക്ടറോ ഒരു സാധനമില്ല, നേരെ കുളത്തിൽ ചെന്ന് ചാടും. അത്ര ദുരന്ത രീതിയിലാണ് ഇതിൻ്റെ പരിപാടി ചെയ്ത് വെച്ചേക്കണത്. നേരെ ചെന്ന് കുളത്തിലേക്ക് ചാടും, ഒരു സംഗതിയില്ല. കുറെ കമ്പികൾ ഇങ്ങനെ സൈഡിൽ വെച്ചിട്ടുണ്ട്, അതല്ലാണ്ട് വേറെ ഒന്നുമില്ല. ഇതൊക്കെയാണ് ഈ അശാസ്ത്രീയമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ. ജനങ്ങളെ ദുരന്തത്തിലാക്കുക, ഇതിലൂടെ പോകുന്ന യാത്രക്കാരെ ദുരന്തത്തിലാക്കുക, ഇതാണ് ഇവിടുത്തെ മെയിൻ പരിപാടി. അപ്പോൾ ജനങ്ങൾ ഇതിനോട് പ്രതികരിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് കൂടി കേൾക്കാം. നമ്മൾ ആഗ്രഹിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഈ ചെറയിൽ നിന്ന് ഈ കുളത്തിൻ്റെ സൈഡിലേക്ക് അവർ അന്ന് പറഞ്ഞതാണ്, ഈ സൈഡ് കെട്ടിയതിന് ശേഷം കോൺക്രീറ്റ് ചെയ്തതിന് ശേഷം ഇവിടെ സർവീസ് റോഡ് തുറന്നു കൊടുക്കണം എന്ന് പറഞ്ഞതാണ്. അത് അവർ ഇന്ന് വരെ വാക്ക് പാലിച്ചിട്ടില്ല. അതുപോലെ തന്നെ ഈ സൈഡിൽ അവർ ലൈറ്റ് പിടിപ്പിക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എമിനൻ്റ് ലൈറ്റ്, അതും പിടിപ്പിച്ചിട്ടില്ല. ഇതിന് സേഫ്റ്റിക്കായിട്ട് ഒരു റിബൺ പോലും ഇവിടെ കിട്ടിയിട്ടില്ല. എപ്പോഴും രാത്രി ലോങ് വന്ന വണ്ടികളൊക്കെ ഒന്ന് ഉറങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ നേരെ കുളത്തിലേക്ക് പോകുള്ളൂ. അപ്പോൾ അതിനു വേണ്ടി അവർ എത്രയും പെട്ടെന്ന് അതാണ് ഏറ്റവും ബെസ്റ്റ് ചെയ്യേണ്ടത്. പിന്നെ ഉത്സവം വരുന്ന ഉത്സവത്തിന് സർവീസ് റോഡ് ആൾക്കാർക്ക് വന്നു പോകാനായിട്ടുള്ളൊരു സംവിധാനം ഒരുക്കണം. അത് എത്രയും പെട്ടെന്ന് ചെയ്ത് തീർക്കാനാണ് ഞങ്ങൾ പറയുന്നത്. ഇവിടെ ചെറങ്ങര അടിപ്പാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആദ്യമേ തന്നെ
ഒരുപാട് അപാകതകൾ നമ്മൾ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളതാണ്. ഇപ്പോൾ ഇവിടെ ചിറയുടെ ഭാഗത്ത് യാതൊരുവിധ സേഫ്റ്റി സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിക്കാതെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഏതെങ്കിലും ഇപ്പോൾ ഒരു വലിയ വാഹനങ്ങൾ പോകുമ്പോൾ സൈഡിൽ കൂടെ പോകുന്ന ഒരു ടൂ വീലറിൽ നിന്ന് ചെറുതായിട്ട് തട്ടി കഴിഞ്ഞാൽ തന്നെ അത് നേരെ പോകുന്ന കുളത്തിലേക്ക്. അവിടെ യാതൊരുവിധ സുരക്ഷാ മാനദണ്ഡങ്ങൾ സ്വീകരിക്കാതെയാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടുത്തെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഒത്തിരിയേറെ അപാകതകളുള്ളതായിട്ട് അവിടെ മേൽപ്പാലത്തിൻ്റെ വാർക്കകളിലൊക്കെ ഉള്ള ഉപയോഗിക്കുന്ന കമ്പികളിൽ തന്നെ ഞങ്ങൾക്ക് സംശയങ്ങളുണ്ട്. അതിന് ഒത്തിരിയേറെ അപാകതകൾ ഞങ്ങൾക്ക് തോന്നുന്നുണ്ട്. അതിനകത്തെല്ലാം ഉദ്യോഗസ്ഥർ അതിന് വേണ്ട നടപടികൾ സ്വീകരിക്കണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് നാട്ടുകാർക്ക് പറയുന്നത്. ചെറയുടെ ഭാഗമായിട്ട് ഇപ്പോൾ ഇവിടെ ഈ സൈഡിൽ കൂടെ യാതൊരു സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിക്കില്ല. ഒരു റിബൺ കെട്ടുകയോ അല്ലെങ്കിൽ അതിനുള്ള ബ്ലിങ്കർ ലൈറ്റുകൾ വെക്കുകയോ അതിൽ പോകുന്ന വണ്ടികൾക്ക് സുരക്ഷ ഇവിടെ ആകെ ഇരുട്ടാണ്. രാത്രി വൈകിട്ടായിരിക്കുന്ന ഇരുട്ടാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു വാഹനങ്ങൾ വന്ന് കുളത്തിലേക്ക് പോയാൽ അത് നാട്ടുകാർക്ക് പോലും അറിയാൻ പറ്റാത്ത രീതിയിൽ പിന്നെ ദിവസങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ ഈ വീട് ആളെ പറ്റി അറിയാൻ പറ്റും. അപ്പോൾ അതിനുള്ള ഒരു സുരക്ഷാ മാനദണ്ഡങ്ങൾ എന്തായാലും ചെയ്യാനായിട്ട് ഇതിൻ്റെ വേണ്ടപ്പെട്ട അധികാരികൾ ശ്രമിക്കണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് നാട്ടുകാർക്ക് പറയാൻ. ഇതിപ്പോ നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്ന ഒരു പുതിയ തരം നിർമ്മാണ പ്രവർത്തനം. ഇത് ചെറിയ ഓട്ടകൾ കണ്ട, ചെറിയ ഓട്ടകൾ. ഇത് എന്തിനാണ് ഈ ഓട്ടകൾ ഇട്ടിരിക്കുന്നത്? സ്വാഭാവികമായിട്ടും ചോദിക്കാലോ. ഈ ഓട്ടകൾ ഇടുന്നത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര കോമഡിയാണ്. കണ്ട, ഒരു ചേട്ടൻ കമ്പിയൊക്കെ ഇങ്ങനെ ഇടുന്നുണ്ടോ? ഒരു ചേട്ടൻ കമ്പി സെറ്റ് ചെയ്യണു. അത് കുഴപ്പമില്ല. ആയിക്കോട്ടെ എന്ന് കണ്ട, ഈ ചെറിയ കുഴികളിൽ കമ്പി ഇട്ടിരിക്കുന്നതാണ് കാണുന്നത്. ചെറിയ കുഴികളിൽ കമ്പി ഇട്ടിരിക്കുന്നു. എന്താണ് ഈ സംഭവം? ഇതാ ചെറിയ കുഴികൾ കണ്ടില്ലേ? അതായത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, നമ്മൾ ഈ കോൺക്രീറ്റ് മുകളിലേക്ക് ചെയ്യുമ്പോൾ വീടുകളിലും അല്ലെങ്കിൽ സംഗതികളൊക്കെ കോൺക്രീറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ഈ കമ്പി മുകളിലേക്ക് കുറച്ച് ഇട്ട് വെക്കും. അല്ലെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? കമ്പി മുകളിലേക്ക് ഇട്ട് വെക്കുക. എന്നിട്ട് ആ കമ്പിമേന്നാണ് നമ്മൾ കോൺക്രീറ്റ് ചെയ്ത് പോണത്. പക്ഷേ ഇവിടുത്തെ നിർമ്മാണ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഭയങ്കര രസകരമായ സംഭവമാണ്. ഇപ്പം ഈ ചെറിയ കുഴികൾ കുത്തിയേക്കണതിൽ നമ്മൾ ഈ കമ്പിയിട്ട് പിടിപ്പിക്കുകയാണ് ഇപ്പം ചെയ്യണത്. അപ്പം എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് അവിടെ വെച്ച് എന്തെങ്കിലും പൊട്ടലോ പിടിക്കലോ ഉണ്ടായി കഴിഞ്ഞാൽ നേരെ തള്ളി ഈ സംരക്ഷണ ഭിത്തി അപ്പുറത്തെടുത്തോളൂ. അതായത് ആദ്യമേ ചെയ്യേണ്ടതായിരുന്നു, ഈ ഭിത്തി പണിത സമയത്ത് മുകളിലേക്ക് കമ്പിയിട്ട് വെക്കേണ്ടതായിരുന്നു. അത് ചെയ്തില്ല. ഇപ്പോൾ ഓട്ട കുത്തിയിട്ട്, ചെറിയ ഓട്ട കുത്തിയിട്ട് അതിൽ ഈ കമ്പിയിട്ട് പിടിപ്പിച്ചിട്ട് അതുമേന്ന് പിടിപ്പിക്കലാണ് ഇപ്പോൾ പരിപാടി. കാലം പോയി, പുതിയ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും സംഭവം നടക്കട്ടെ. എത്രയും പെട്ടെന്ന് ഈ സംരക്ഷണ ഭിത്തിയോ എന്തെങ്കിലും ചെയ്യട്ടെ. ആൾക്കാർ ദുരിതത്തിലാണ്. ഇത് റിഫ്ലക്ടർ ഒന്നും വെക്കാണ്ട് നേരെ ചെറ ചെന്ന് കിടക്കും. 150 റുപ്യ ഞങ്ങൾ വരുന്നത് 180 റുപ്യ ഞങ്ങൾ കൊടുത്തുകൊണ്ട് എത്ര നേരെ ഞങ്ങൾ വിരലെടുത്തിട്ടോ. ഭയങ്കര ബുദ്ധിമുട്ടാണ്. MLA വണ്ടി കടന്നു നോക്കിക്കണം. അവരൊക്കെ ഒന്ന് സ്പീഡാക്കാൻ പറയാം, ബ്ലോക്ക് ഒഴിവാക്കി, അങ്ങനത്തെ ഒരു പരിപാടി ഇല്ല. ഞങ്ങൾ നല്ല പ്രതിഷേധമുണ്ട് ഇതിൽ. ഒരു നാടിൻ്റെ ഹൃദയത്തിലൂടെ കടന്നു പോകുന്ന ഒരു ദേശീയപാത നിർമ്മാണം എത്ര നാളുകളായി ഈ ആളുകളെ കൊഞ്ഞനം കുത്തുന്ന രീതിയിൽ എന്തുട്ട് കോപ്പാണ് ഈ PST കമ്പനി എന്ന് പറയുന്നത്. നിങ്ങൾ പറയും, ഈ PST കമ്പനി ഒരു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്നു കരിമ്പട്ടിയിൽ ഉൾപ്പെടുത്തണം. നാട്ടുകാരുടെ മുന്നിൽ മുഴുവനും ഇവർ കാണിച്ചു കൂട്ടുന്ന വിക്രിയകൾ, സ്ലാബുകൾ പൊളിഞ്ഞുകൊണ്ടിരിക്കുന്നു. കമ്പി കെട്ടി ഒടുക്കത്തടങ്ങാൻ കമ്പി കെട്ടിയത് മുഴുവൻ അഴിക്കുന്നു. അശാസ്ത്രീയമായിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ. ആ ചെറയുടെ അവിടെ കാണിച്ചു കൂട്ടുന്ന വിക്രിയകൾ കണ്ടു കഴിഞ്ഞാൽ അതിനേക്കാളും വലുത്. ഇവർ എന്ത് തേങ്ങയാണ്? ഇവർക്ക് എവിടെയാണ് എഞ്ചിനീയർമാർ? ഇവരെ എഞ്ചിനീയർമാരെ എവിടെ പോയി പഠിച്ചതാണ്? എന്തുട്ട് കമ്പനിയാണ് ഈ സംഭവം? ഈ വക ആളുകളെ ഇങ്ങനെ നിലയ്ക്ക് നിർത്താണ്ട് ഈ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ ഏൽപ്പിക്കുന്നതിൽ ഇവിടുത്തെ ജനപ്രതിനിധികൾക്ക് പങ്കില്ല. ജനത അറിയണ്ടേ? എന്താണ് ഇവിടുത്തെ MP മെമ്പർ ഓഫ് പാർലമെന്റ് ഈ ബെന്നി ബെഹന്നാൻ എന്ന് പറയുന്ന വ്യക്തിക്ക് ഈ വകാരി ഈ PST കമ്പനിയെ നിയമിച്ചത് ആരാണ്? PST കമ്പനിയെ നിയമിച്ചത് ആരാണെങ്കിലും അവർക്ക് ഇന്ന വിഷയങ്ങളുണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ എന്ത് സത്രമായ നടപടികളാണ് സ്വീകരിക്കേണ്ടത്? ഈ 10, 11, 12 പാലങ്ങൾ പണിയാൻ വേണ്ടി ഇതുപോലത്തെ ഒരു സ്ലാബ് പണിയാൻ പോലും കഴിവില്ലാത്ത ഇവന്മാരെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏൽപ്പിച്ചു കൊടുത്തിട്ട് മിണ്ടാതെ കുത്തിരിക്കല്ല ഈ ബെന്നി ബെഹന്നാൻ MP. ഈ സനീഷ് കുമാർ ജോസഫ് എന്ന് പറയുന്ന MLA ഇവിടെ കുറെ ആൾക്കാരും കൊണ്ടുവന്ന് ഇടയ്ക്കിടയ്ക്ക് സന്ദർശനത്തിന് എന്നതാണോ ചെയ്യേണ്ടത്? കൃത്യമായ ഇടപെടലുകൾ വേണ്ടേ? ഇദ്ദേഹം ഈ അടിപ്പാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പണി ഉടലിൽ നിന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ അന്നത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തിക്കൊണ്ടിരുന്ന ടീമിനെ കയ്യോടെ മാറ്റി പുതിയൊരു നിർമ്മാണ അധികൃതരെ കൊണ്ടുവന്നു. പണി നടന്നു. അവർക്ക് ആ ബെൽമൗത്ത് അവർ ചെയ്ത് അതിനേക്കാളും മഹത്തരമായ നിർമ്മാണ പാതകം അതവിടെ എടുക്കട്ടെ. ഇത് ഇവിടുത്തെ ഈ MP എന്ന് പറയുന്ന ആൾ, ഇവിടുത്തെ MLA, ഇവർക്കൊരു ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒരു നാട്ടിൽ കൂടെ പോകണ സംഭവം. ഇതുപോലത്തെ കോമഡി പരിപാടികൾ കണ്ടുകൊണ്ടിട്ട് എത്ര നാളായി. ഇവരെന്തുകൊണ്ട് ഈ കമ്പനി വേണ്ടെന്ന്? ഈ PST കമ്പനി എന്ന് പറയുന്ന ഈ കമ്പനി ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തി ഇവർ അനുവദിച്ചു കൊടുത്തിട്ടല്ലേ? ഇവർക്കതിൽ ഉത്തരവാദിത്തല്ലേ? ഇവ ഈ കോമഡി പരിപാടികൾ എന്ത്? ഒരു സ്ലാബ് ഉണ്ടാക്കാൻ പോലും അറിയാത്ത ആൾക്കാരെയാണ് ഈ അടിപ്പാതകൾ മുഴുവൻ നിർമ്മിക്കാനായിട്ട് ഈ സംഗതികൾ ശരിയാക്കി കൊടുത്തേക്കുന്നത്. ഇനി കേന്ദ്ര ഗവൺമെന്റാണ് ഇത് ശരിയാക്കി കൊടുത്തതെങ്കിൽ ഇവർക്ക് അതിനെ എതിർക്കാനും കാര്യങ്ങൾ കൃത്യമായി ഓടിക്കാനും സംസാരിക്കാനുള്ള കഴിവർക്കില്ലേ? ഇവരെന്താണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്? ഒന്നും പറഞ്ഞിട്ടില്ല. ഇവരിങ്ങനെ ഈ മെമ്പർ ഓഫ് പാർലമെന്റ് എന്ന് പറയുന്ന ആള് ഈ ഭാഗത്തേക്ക് ഇത്തരം വിഷയങ്ങൾ വന്നിട്ട് തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല.
ഈ MLA എന്ന് പറയുന്ന ആള് വരുന്നു, കാഴ്ചകളൊക്കെ കാണുന്നു, വണ്ടി കയറി പോകുന്നു. ഇതല്ലാണ്ട് എന്ത് ആക്ഷൻസ്, എന്ത് സംഭവങ്ങളാണ് ഇവിടെ ചെയ്യുന്നത്? ആളുകളെ പൊട്ടന്മാരാക്കണ പരിപാടിയല്ലേ. നാട്ടുകാർ വിഷയത്തിലൊക്കെ വിലയിരുത്തൽ നടത്തണം. ഒരു സംഭവം ഉണ്ടായി, വന്നു കാണുന്നു, കാഴ്ച വയ്ക്കുന്നു, പോകുന്നു. ഇതാണ് അവരുടെ പരിപാടി. എന്ത് പരിപാടിയാണത്? ഞാനിതൊക്കെ ഇങ്ങനെയൊക്കെ വർത്തമാനം പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. കാരണം ഇത് ഈ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് ചെയ്യുന്ന ഈ നിർമ്മാണ പ്രവർത്തനം ഒക്കെ കണ്ണടയ്ക്കണമെന്ന്, ഒക്കെ കണ്ണടയ്ക്കണം. എത്ര പാലങ്ങൾ വരുന്നത്, അതിനെന്തോരം ഇവിടെ കൊണ്ട് മണ്ണടിക്കുന്നുണ്ട്, ഇതൊക്കെ ജനങ്ങൾ അറിയണം. ഇതിന്റെ പിന്നിൽ വല്ല ലോബി ഉണ്ടോ? ഇതൊക്കെ മനസ്സിലാക്കേണ്ട കാര്യങ്ങളല്ലേ ഇത്. ആളുകളെ പൊട്ടന്മാരാക്കണ പരിപാടികൾ ചെയ്തിട്ട് സന്ദർശിക്കാൻ വരുന്നത് എന്ത് കാര്യം? എന്ത് കാര്യം? ജനം നാളെ വിധി എഴുതും. ചാലക്കുടി അടിപ്പാത ഉണ്ടാക്കി വെച്ചാൽ കണ്ടില്ലേ? എടുത്തു വെക്കണം, കാറൊക്കെ എടുത്തിട്ട് ഇങ്ങനെ എടുത്ത് ചെരിച്ചു വെക്കണം. മഹാപാതകം. അതാണ് അടുത്ത മഹാപാതക പരിപാടി ചെയ്ത് വെച്ചത്. ഒന്നും പറയാനില്ല. പ്രിയപ്പെട്ട ജനങ്ങളെ, പ്രിയപ്പെട്ട ചരങ്ങരക്കാരെ, പ്രിയപ്പെട്ട കൊരട്ടിക്കാരെ, പ്രിയപ്പെട്ട മുരിങ്ങൂർക്കാരെ, മേലൂക്കാരെ, നിങ്ങൾ ഇതൊക്കെ കണ്ട് മനസ്സിലാക്കുക. അത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഈ വക വിഷയങ്ങൾ ഇത്രയ്ക്ക് കോമഡി പരിപാടി ചെയ്യുന്ന ഒരു നിർമ്മാണ കമ്പനീനെ വീണ്ടും നിർമ്മാണം തുടങ്ങാനായിട്ട് ഇവരനുവദിക്കും. ഇവർ അതിനെതിരെ ആക്ഷൻസ് എന്താ പറയാത്തത്? ഈ നിർമ്മാണ കമ്പനി വേണ്ടെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു, ഇവരെ കരിമ്പട്ടിയിൽ ഉൾപ്പെടുത്തുന്നു, PC ബിജു. ഈ ബാക്കിയുള്ളവരെന്താ പറയാത്തതെന്ന് എനിക്ക് മനസ്സിലാവില്ല. അവർ ഇപ്പോൾ നിർമ്മാണ പ്രവർത്തനം കാണുന്നത് വെറുതെ ഇങ്ങനെ വെള്ളം കൊണ്ട് സംഗതിയൊക്കെ ഇട്ട് വന്നിട്ട് ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് ഇനിയിപ്പോൾ എന്താ ചെയ്യാന്ന്? ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ട സമയത്ത് ഓർക്കണം. എനിക്കിത് മാത്രമേ പറയാനുള്ളൂ. രൂക്ഷമായിട്ടുള്ള രീതിയിൽ തന്നെ സംസാരിക്കുന്നത്. ഇത് ശരിയല്ല നിങ്ങൾ ചെയ്യുന്നത്. ഈ അടിപ്പാത നിർമ്മാണങ്ങൾ എന്ന് പറഞ്ഞ് ഇവിടെ കാണിച്ചുകൊണ്ടിരുന്ന കോമഡി പരിപാടികൾ നിങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ട്. ഈ മെമ്പർ ഓഫ് പാർലമെന്റ് ബെന്നി ബെഹനാൻ എന്ന് പറഞ്ഞ വ്യക്തിയോടൊന്നും പറയാനില്ല. അത് ജനങ്ങൾ കണ്ടു മനസ്സിലായിട്ട് ഈ MLA എങ്കിലും ഈ വിഷയത്തിൽ ഈ നിർമ്മാണ കമ്പനിനെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഇങ്ങനെ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് നിങ്ങൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് വലിയ ഉത്തരം നൽകേണ്ടി വരും MLA സനീഷ് കുമാർ ജോസഫ്. അത്ര എനിക്ക് പറയാനുള്ളൂ. നന്ദി, നമസ്കാരം.